Vipas Panikar here inside my house, Hadaya Mandiram with my mother. Actually, my mother is having food there. You can see. Okay. See there. And these criminals are applying spraying blotting gas and filling my air cavity, the cavities inside my body, the free cavities inside my body, and filling air tight so that I will not be able to breathe inside this thing, air inside. Why? Because our diaphragm will get stuck due to the thick pressure which these criminals are creating by blotting gas into my cavities inside my body. So the diaphragm gets stuck. The diaphragm will not work by itself, like contraction and release and contraction. It won't do by itself. Like that, these criminals are making my internal cavities very tight by using blotting gas. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ക്യാവിറ്റീസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള എയർ ഒന്നും ഇല്ലാത്ത ഫുൾ ക്യാവിറ്റീസ് കുറേ ഉണ്ട്. ആ ക്യാവിറ്റീസിലൊക്കെ എയർ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഡയഫ്രം വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് തിക്കായിട്ട് ടയറിലൊക്കെ ഫുൾ കാറ്റടിക്കുന്ന പോലെ അടിച്ചു വെക്കും. എന്നിട്ട് അപ്പം നമ്മുടെ ഡയഫ്രം കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല, കൺട്രാക്റ്റും ഇങ്ങനെ ചുരുങ്ങുകയും റിലീസ് ആവുകയും ചെയ്യത്തില്ല. അങ്ങനെ നമ്മുടെ ഡയഫ്രത്തിന് വർക്ക് ചെയ്യാൻ പറ്റാതെയായി സ്റ്റക്കായിരിക്കും. ആ സമയം നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ നമ്മുടെ ഡയഫ്രം ഇങ്ങനെ റിലീസും കൺട്രാക്റ്റും ചെയ്യുന്ന അനുസരിച്ചാണ് അതിങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണിത്. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമുക്ക് അഡിക്വേറ്റുള്ള ഓക്സിജൻ കിട്ടാതെയാകും. അത് തന്നെയല്ല ഇവന്മാരെന്തോ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മുടെ നോസ്ട്രിൽസിലേക്ക് ഭയങ്കരമായിട്ട് ഈ പോയിസണസ് ഗ്യാസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയൊക്കെയുള്ള ഗ്യാസ് അടിക്കും. അന്നേരം നമുക്ക് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കിട്ടാതെ നമ്മളുടെ സെൽസ്, നമ്മുടെ ബ്രെയിനിലുള്ള സെൽസൊക്കെ ചാവും. ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളൊന്നും കഴിക്കുന്നില്ല. കുറേ മുമ്പെയാണ് കഴിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11:45, 12 നമ്മൾ കഴിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്കാണ് ഇപ്പം ചോറ് വിളമ്പിക്കൊണ്ട് കൊടുത്തത്. ഇവന്മാർ ഇങ്ങനെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുക, നമ്മളൊന്നും കഴിക്കുന്ന പോലും ഇല്ല. എന്നിട്ടും ഇങ്ങനെ അടിച്ച് നമ്മളെ കൊല്ലാനായിട്ട് ഇവന്മാർ നോക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവനും കുറേ അവന്മാരെല്ലാം അവിടെ ഉണ്ട്. ഇങ്ങനെ അവിടെയും പിന്നെ ഈ അയൽ ഇങ്ങനെ നമ്മുടെ 75 മീറ്റേഴ്സിനുള്ളിൽ അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഈ മെഷീൻസ് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഇവർ ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഇത്രയും ദൂരത്തുനിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീടുകളെന്ന് വെച്ചാൽ ഈ സദാനന്ദ മന്ദിരത്തിലെ അവന്മാർ, പിന്നെ സുബ്രഹ്മണ്യൻ, പിന്നെ ഒരു ഗീത, പിന്നെ സുഭദ്ര എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരാണ്, പിന്നെ SNDP. അവിടെ ഇന്ന് ആളുകളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഈ റോഡിൽ വന്ന് കുറേ പേര് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഫോൺ പിടിച്ചുകൊണ്ട്. അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര്. അപ്പോൾ ഇവിടെയൊക്കെ ആരൊക്കെയോ വന്നിരുന്ന് ഇത് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫോൺ ഇങ്ങനെ സർവ്വസമയം ഇതാണ്. ഞാനിവിടെ കിടക്കുമായിരുന്നു, ഈ സമയം ഫുൾ ഇത് ചെയ്യുമായിരുന്നു ജോലി. അതുപോലെ അത് മാത്രമല്ല നമ്മുടെ തലയുടെ പുറവശത്തോട്ട് ഈ സൗണ്ട് ഉപയോഗിച്ച് ഹിറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലോട്ട് ബ്ലഡ് ഫ്ലോ കിട്ടരുത്. എങ്ങനെയും ബ്ലഡ് ഫ്ലോ, ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടാതാവണം, നമ്മുടെ ബ്രെയിൻ സെൽസ് ഡെഡ് ആവണം. ഇതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ എന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർ. എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എൻ്റെ സ്വത്തിനും മുതലും എല്ലാം തട്ടിയെടുക്കാൻ BJP അങ്ങനെയുള്ളവരെല്ലാം കൂടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാനിന്ന് പറഞ്ഞു കഴിഞ്ഞു BJPയെക്കുറിച്ച്. നിങ്ങൾക്ക് അവനെക്കുറിച്ച് തിരക്കാം, എവിടെ പോയി വേണമെങ്കിലും നിങ്ങൾക്ക് തിരക്കാം. ഇവന്മാരുടെ എല്ലാം ഹിസ്റ്ററി, സദാനന്ദ മന്ദിരത്തിലെ അവന്മാരുടെ ഹിസ്റ്ററി ഇവിടെ വന്ന് തിരക്കിയാൽ മതി. ഇവന്മാർ ആരുടെയൊക്കെ സ്വത്തും മുതലും പിടിച്ചു പറിച്ചാൽ ഇങ്ങനെ ആയെന്നുള്ളത്. ഇവളുമാരുടെ എല്ലാ ഹിസ്റ്ററി, അതുപോലെ പ്രീതാസ് പണിക്കറിൻ്റെ ഹിസ്റ്ററി, അവളുടെ ഭർത്താവിനെ എങ്ങനെയാണ് ഗവൺമെൻറ്റിനും തിരക്കാം. ഇവളുടെ ഭർത്താവ് കെട്ടിത്തൂങ്ങി ചത്തതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇൻഷുറൻസും ഫിനാൻഷ്യൽ ക്രൈസിസും കാരണം കെട്ടിത്തൂങ്ങി ചത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവളുമാർക്കെല്ലാം ഒരു പാസ്റ്റ് ഉണ്ട്, ഇങ്ങനത്തെ ഭർത്താക്കന്മാരെ കൊന്നിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ രാജമ്മ എന്ന് പറയുന്നവളും ഇതുപോലെ തന്നെ 10 മാസം കൊണ്ട് ഒരുത്തനെ വകവരുത്തിച്ച് നടക്കുകയാണ്. ഇങ്ങനെ ഇവരുടെ എല്ലാം പാസ്റ്റ് എടുത്ത് അറിയാം നമുക്ക്. നമ്മളിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നമുക്കറിയാതെ നമ്മൾ ഈ BJP എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി. ഇവൻ നമ്മുടെ പുറകിന് വന്ന് നമ്മുടെ നമ്പരൊക്കെ ചോദിച്ചാണ്. വെറുതെ നമ്മുടെ ഇങ്ങനെ അടിച്ചങ്ങ് വീർപ്പിക്കുക, എന്നിട്ട് നമുക്കില്ലാത്ത വണ്ണങ്ങളൊക്കെ ഉണ്ടാക്കുക. നമ്മൾ ഒരു നേരമാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്, എന്നിട്ടും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുക നമ്മുടെ പുറകിന് ഇവന്മാർ, ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട്. കുറേ അവന്മാർക്ക് പറ്റുന്നില്ല. ഇവിടെ ഭയങ്കര അഭിനയം നടക്കുമ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ അമ്മയും ഞാനുമാണ് ഇവിടെ നിന്ന്. പക്ഷേ വേറെ എന്തൊക്കെയോ ആണ് ഡ്രാമകൾ. ഏത് കുരുടനാണെന്നറിയത്തില്ല ഇവിടെയൊക്കെ വരുന്നു എന്നൊക്കെയുള്ള ഡ്രാമകളും ഒക്കെ ആയിട്ട് അങ്ങ് നടക്കുകയാണ്.
അപ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടി ഇവിടെ എൻ്റെ അമ്മയാണ് ഇവിടെ കിടന്നിട്ട് എണീക്കുന്ന ഇതെല്ലാം കൂടി ഇട്ടപ്പോഴത്തേനും ഇവന്മാരുടെ കള്ളത്തരങ്ങൾ പൊളിയുമ്പോഴത്തേനും ഇവന്മാരങ്ങ് തുടങ്ങും ഇവന്മാരുടെ കള്ളത്തരങ്ങൾ പൊളിയുമ്പോഴത്തേനും ഇവന്മാർ ഇതെല്ലാം അങ്ങ് അടിച്ചു നമ്മളെ വകവരുത്താൻ നോക്കുന്നത്. ഇങ്ങനെ നോക്കുകയാണ് നമ്മളെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങ് നടക്കുക ഇവന്മാർ.